കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന കുറച്ച് സംഭവ ബഹുലമായ നിമിഷങ്ങളൊക്കെയാണ്. രേവതി സച്ചിയും അഭിറാമിനെ ജാനകിനെ കാണാനായിട്ട് അൽഗാപൂരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രഭാവതിയുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിച്ചടുക്കുവാണ് സൂര്യനാരായണൻ. അങ്ങനെ സ്വത്ത് വീണ്ടും തന്റെ മക്കൾക്കായിട്ട് വീതം വെക്കാന്നുള്ള പ്രഭാവതിയുടെ തീരുമാനത്തെയൊക്കെ തച്ചൊടിച്ച് സൂര്യനാരായണൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു അജയ് അവനെല്ലാം ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. ആ ഒപ്പം നിൽക്കാനായിട്ട് അമലിനെയൊക്കെ നിർബന്ധിക്കുക. പക്ഷെ അമലിന് ഒരു കാരണവശാലും അവരോടൊപ്പം നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. പിന്നീട് അജയ് നേരെ പ്രഭാവതിനെ കാണാനായിട്ട് ചെല്ലുന്നേ. പ്രഭാവതിനെ കണ്ടു പറഞ്ഞു, അതെ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അച്ഛനോട് ആ വിൽപ്പത്തം റദ്ദ് ചെയ്യാനായിട്ട് പറയണം. അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പം നേരിടാൻ പോകുന്ന വലിയ കാര്യം തന്നെയായിരിക്കും. ഞങ്ങളാരും മക്കളല്ലെന്ന് അച്ഛൻ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ ആ കാണിച്ചു കൂട്ടിയതൊക്കെ. ഒരു മകൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും മക്കളല്ലെന്നാണ് അച്ഛൻ പറയണേ. അതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനത്തെ തരവഴിത്തരങ്ങളൊക്കെ കാണിച്ചേ. അതുകൊണ്ട് ഇനി എന്താണ് ഞങ്ങൾക്ക് അതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അച്ഛനാ റിസോർട്ട് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി മാറ്റണമെന്ന് പറയണം. ഇത് കേട്ടതും പ്രഭാത് പറഞ്ഞു, അത് പിന്നെ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അനുസരിക്കും തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് അനുസരിക്കില്ല? ബാക്കി എല്ലാ സ്വത്തുക്കളും അച്ഛന്റെ അമ്മയുടെ പേരിലല്ലേ. പിന്നെ ആ റിസോർട്ട് മാത്രം എന്താ അച്ഛനെ മാറ്റിയിട്ടിരുന്നേ? അതിന്റെ പേരിൽ എന്തോ ഒരു ചതി നടന്നിട്ടില്ലേ? അത് മാത്രമല്ല, അച്ഛന് അമ്മയുടെ ആദ്യ ഭാര്യനെ കണ്ടിട്ടുണ്ടോ? ഇത് കേട്ടതും പ്രഭാവതി ഞെട്ടി. ഇല്ല, അതാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നോന്ന് ആർക്കറിയാം? അതോ ഇനി ഇപ്പൊ വേറെ ഏതേലും ആരുടെയും മകനാണോ അത്? അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല അമ്മയോട്. അമ്മ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലേന്ന് ചോദിക്കാം. ഇല്ല മോനെന്ന് പറയണം. എന്നാ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. ഒരു കാരണവശാലും ഇതേ സ്വത്തുക്കൾ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയണം. ഞങ്ങൾ മക്കൾക്ക് അവകാശപ്പെട്ട ഒരാള് വന്നിട്ട് അവനെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ ശരിക്കും പറ്റിക്കുകയോ ചെയ്തേ. അച്ഛൻ ശരിക്കും പറ്റിക്കുകയല്ലേ ചെയ്തേ ഇത്രയും കാലം? അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വത്തുക്കൾ എന്തിനാ അബ്രാമിന്റെ പേരിലേക്ക് മാത്രം മാറ്റി വെച്ചേ? അബ്രാമിന്റെയും ജാനകിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലേക്ക് തുല്യമായിട്ട് എഴുതി വെക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കുക. പ്രഭാവതി പറഞ്ഞു, അല്ല അജയ്, പിന്നെ ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ അച്ഛനോട് ഇന്ന് സംസാരിക്കണം. അമ്മയ്ക്ക് മാത്രമോട് സംസാരിക്കാനായിട്ട് വോയിസ് ഉള്ളൂ. അമ്മ ഇങ്ങനെ മടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് പറയണേ. ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും തീരുമാനം ഇതെന്ന് പറയണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അപർണ വന്നു. അപർണ പ്രഭാവതിയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല. അച്ഛന്റെ മുന്നിൽ അമ്മ ഇങ്ങനെ തലയെടുപ്പോടെ തന്നെ കാര്യങ്ങൾ സംസാരിക്കണം. അല്ലാതെ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും അമ്മേനെ അംഗീകരിക്കാനും പോകുന്നില്ലെന്ന് പറയണം. മിണ്ടാതിരുന്നിട്ടോ പിണങ്ങിയിരുന്നിട്ടോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങൾ സംസാരിക്കേണ്ടടുത്ത് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ പ്രഭാവതിയുടെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുത്ത് അവരങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് വിനായകന് രഘുവരനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. പിന്നീട് രഘുവരനോട് പറഞ്ഞു, അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കിട്ടണം. നിന്റെ മോള് ലച്ചുവിനെ പറഞ്ഞു കേട്ടല്ലോ. എവിടെ പോകാനും ഞാൻ തയ്യാറാ. നീ എൻ്റെ കൂടെ പറഞ്ഞെന്ന് പറയാ. ഇത് കേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, തമ്പിയാണ് അന്ന് ആ പരിപാടി ചെയ്ത്. തമ്പിക്കാണ് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്തത്. മിക്കവാറും ആ അഭിറാമിന്റെ വീട്ടിൽ കാണുമായിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ സമയത്ത് തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ടത് ഇപ്പൊ പോകാനോ? എന്താ ഇപ്പൊ നിനക്ക് വരാൻ പറ്റില്ല എന്ന് ചോദിക്കണം. അങ്ങനെ രഘുറാമനെയും കൂട്ടിക്കൊണ്ട് രഘുവരനെയും കൂട്ടിക്കൊണ്ട് വിനായകനും ഗുണ്ടകളും അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം പ്രഭാവതി നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ സൂര്യനാരായണന് ചോദിച്ചു, എന്താ പ്രഭാതി, എന്താ കാര്യം എന്ന് ചോദിക്കാം. പതിവിലും വിപരീതമായിട്ട് പ്രഭാവതി അങ്ങനെ വന്ന് നിൽക്കുന്നു. 2 ദിവസമായിട്ട് മിണ്ടാട്ടമൊന്നും ഇല്ലാതെ മാറിയാ കിടക്കുന്നത്. 100 വരെ മാറി. സൂര്യനാരായണൻ സംസാരിക്കുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെ പ്രഭാവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ തിരക്കഴിഞ്ഞ് പ്രഭാവതി പറഞ്ഞു, അതെ, അബിയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി മാറ്റിയിട്ടുണ്ടല്ലോ റിസോർട്ട്. ആ റിസോർട്ട് അവന്റെ പേരിൽ നിന്ന് മാറ്റി ഒന്നെങ്കിൽ അത് വിൽപ്പത്രം റദ്ദ് ചെയ്യണം. റദ്ദ് ചെയ്തിട്ട് മക്കളുടെ എല്ലാവരുടെയും പേരിലേക്ക് എഴുതി മാറ്റി കൊടുക്കണമെന്ന് പറയണം. അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു, നിന്നോട് ആരാ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാം. ആരും പറഞ്ഞു വിട്ടൊന്നുമല്ല, എന്റെ സ്വന്തം തീരുമാനമെന്ന് പറയണം. നിന്നെ ഇന്നും ഒന്നുമല്ല അല്ലേ പ്രഭാതി ഞാൻ കാണുന്നേ. കുറച്ച് സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് നീ ഈ കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചോദിക്കും. കുറച്ച് സ്വത്തുക്കളല്ലോ ആ റിസോർട്ട്. അത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് എന്നോട് പറഞ്ഞില്ല? അതാ അബിയുടെ പേരിലേക്ക് എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമ്മതക്കുറവും ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? അത് മാത്രമല്ല, ബാക്കി മക്കൾക്ക് എന്താ കൊടുക്കാത്തെ? ബാക്കി മക്കളും നമ്മുടെ മക്കൾ തന്നെയാണല്ലോ. പിന്നെ ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്താ കൊടുക്കാത്തെന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ സൂര്യനാരായണൻ പറഞ്ഞു, അതിന് അതിൻ്റെതായ തക്ക കാരണങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ എല്ലാം ഒന്നും നിന്നോട് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല, അറിയാലോ.
പിന്നെ അളകാബിയുടെ സ്വത്ത് മൊത്തം ഞാൻ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല അബിക്ക്. അതിന്റെ ഒരംശം പോലും കൊടുത്തിട്ടില്ല. പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ പ്രഭാവതി പറഞ്ഞു, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ അത് വീതം വെക്കണം എന്ന് പറയാം. പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ഇനിയിപ്പോൾ റദ്ദാക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിശ്വനാഥൻ തമ്മിയുടെ മുന്നിൽ തോറ്റു പോകുന്നതിന് തുല്യ വേണം. കാരണം അയാളാണ് ഈ കളി അഴിച്ചു വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം അപർണയോട് അയാളാണ് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ആ വലിയ രഹസ്യം അതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്വത്തുക്കളൊക്കെ വീതം വെക്കാനായിട്ട് അയാളുടെ ഉള്ളിരിപ്പ് ഒരിക്കലും നടക്കില്ല. ഞാൻ അങ്ങനെ വിൽപ്പത്രം റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വനാഥൻ തമ്മിയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയതിന് തുല്യമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രഭാത് പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, അതല്ലേലും അങ്ങനെയാണല്ലോ. പക്ഷെ എനിക്ക് തോൽക്കാൻ സമ്മതമല്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് റദ്ദ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മരിച്ചെന്ന് കൂട്ടിയാൽ മതി. ഈ പിന്നെ സൂര്യനാരായണൻ ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് സൂര്യനാരായണൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. പ്രഭാവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പ്രഭാവതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പത്തിന് അജയ് എന്നിട്ട് ചോദിച്ചു, എന്തായമ്മേ കാര്യങ്ങൾ, അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാ. അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ, നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ഇനിയിപ്പം ഞാൻ നോക്കിട്ട് ഒരേ ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. ഇനിയിപ്പം നിന്റെ അച്ഛന് നോവണമെങ്കിൽ, അല്ലെ നിന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മൂത്ത മകന്, നിങ്ങളുടെ അച്ഛന്റെ മൂത്ത മകന് നോവണം. നൊന്താ മാത്രമേ അച്ഛൻ ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അമൃത അങ്ങോട്ട് വന്നു. അമൃത പറഞ്ഞു, അമ്മ ഇങ്ങനെ വായും കൊണ്ട് പറയും മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് ചോദിക്കാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജാനയ്ക്ക് നൊന്ത് കിട്ടണമെങ്കിൽ അമ്മയ്ക്ക് നോവും. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ഇത്രയും കാലം ഇവിടെ സൂക്ഷിച്ച് ജീവിച്ചെന്ന് പറഞ്ഞ പോലെയല്ല, എന്നെ എതിരിട്ട് അവിടെ നിൽക്കാനേ ഭാവമെങ്കിൽ ഈ പ്രഭാവതി ആരാന്ന് ശരിക്കും കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. ഇത്രയും കാലത്തെ പോലെ അല്ലെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ പ്രഭാവതി അങ്ങോട്ട് തിരിവേണം. ആ റിസോർട്ടിന്റെ പേരിൽ ഇത്രയും കാലം സ്വന്തം മാനെ പോലെ കരുതിയിരുന്ന അബീനെയും ജാനകിനെയൊക്കെ തള്ളി പറയാണ്. അല്ലെങ്കിൽ അളകാബിയുടെ ബാക്കി സ്വത്തുക്കളൊക്കെ ഉണ്ട്, എന്നാലും അവർക്ക് അതിനകത്തൊന്നും നോട്ടമില്ല ആ റിസോർട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചേർന്ന് ഇളക്കി വിടുകയാണ് ചെയ്തേ അവരെ. പക്ഷെ പ്രഭാതി ഒരിക്കലും പറയാനും ചെയ്യാനും പാടില്ലാത്ത കാര്യമാണ്. പിന്നീട് പ്രഭാതി നേരെ ജാനകിയുടെ അടുത്തേക്ക് വരുവാണ്. ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ അഭിറാമിനോട് നീ തന്നെ പറയണം അച്ഛനോട് സംസാരിക്കാനായിട്ട്. എനിക്ക് അവനോട് പറയാൻ പറ്റില്ല. നീ പറഞ്ഞിട്ട് ആ വിലിപ്പത്തം റദ്ദ് ചെയ്യിക്കണം എന്ന് പറയാം. ബാക്കി എല്ലാ മക്കളുടെയും പേരിലേക്ക് ആ റിസോർട്ട് എഴുതി വെക്കാൻ പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ജാനകിയോട്, ഞാൻ പറയത്തില്ലമ്മ എന്ന് പറയണം. നീ പറയണം, അറിയാലോ, നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ഈ കുടുംബത്തിലെ മൂത്ത മരുമകളെന്ന സ്ഥാനം ഇത്രയും കാലം നിനക്കുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനം നിനക്ക് ഇനി കിട്ടണമെങ്കിൽ നീ ആ വിൽപ്പത്രം റദ്ദ് ചെയ്യിക്കണം, അല്ലെങ്കിൽ നിനക്ക് ആ സ്ഥാനം കിട്ടത്തില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനയ്ക്ക് മനസ്സിലായി ഇതില്ല അപർണയുടെ കളികളാണ്. ജാനി പറഞ്ഞ, അമ്മയെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഈ പ്രഭാവതിക്ക് ഒറ്റ വാക്കുള്ളൂ, നിനക്കും അബിക്കും ഒക്കെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം. അദ്ദേഹം ആ വിൽപ്പത്രം റദ്ദ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ പാട് നോക്കി പോകുന്നു പറയണം. ജാനകി ആ പാടെ വിട്ടില്ലേ. ഒരു പക്ഷേങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത സമാധാനം കാണത്തില്ല. ജാനകി ആ പാടെ പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയെ. നിസാര സ്വത്തിന്റെ പേരിലാണല്ലോ ഈ കിടന്ന് അടിയും വഴക്കൊക്കെ ഉണ്ടാകുന്ന ഓർത്ത് ചെയ്യുമ്പോഴത്തേനും അതിനേക്കാൾ ഒരു വിഷമമായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും രഘുവരനും പിന്നീട് വിനായകനും കൂടെ കൂടി വരുവേണം. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം, അവളെ ലച്ചുവിനെ കിഡ്നാപ്പ് ചെയ്യണം. ലച്ചുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കാറ് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയം ലച്ചു വണ്ടിക്കകത്ത് കിടന്ന് അലറി നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഇത് വീട്ടിൽ ആരും ഒട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലച്ചുവിനെ കാറ് കയറ്റിക്കൊണ്ട് പോയ കാര്യം. അങ്ങനെ പോകുന്ന വഴിക്ക് ലച്ചു പറഞ്ഞു, എന്റെ കയ്യേന്ന് വിട് എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. പക്ഷെ ലച്ചുവിനെ വിടാനായിട്ട് കൂട്ടാക്കില്ല. രഘുവരൻ പറഞ്ഞു, എന്റെ കണ്ണ് വെട്ടിച്ച് നീ അങ്ങനെ ചാടി രക്ഷപ്പെട്ടില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? ഇത് കേട്ടപ്പത്തിന് വിനായകൻ പറഞ്ഞു, അതെ രഘുവര, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ദേ അവളെ നുള്ളി നോക്കി പോലെ ചെയ്തേക്കലെന്ന് പറയണം. ഇല്ല വിനായക, ഞാൻ അവളെ നുള്ളി നോക്കിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ കാര്യമുണ്ട്, പറഞ്ഞ എമൗണ്ട് തന്നേക്കണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. അങ്ങനെ ലച്ചുവിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് സച്ചിൻ രേവതിയും കൂടി ഒരു കാറിലൂടെ പോകുന്നത്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാറിനകത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദമൊക്കെ കേൾക്കാം. എന്താന്ന് ഓർത്തു, എന്തോ ഒരു സംഭവം അതിനകത്തുണ്ടെന്ന് രേവതിക്കും സച്ചിക്കും തോന്നി. പെട്ടെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ, ആ കാറിനകത്തുനിന്ന് ഒരു പെൺകൊച്ചി കരയുന്ന കേൾക്കാണെന്ന് പറയണം. ഇതേട്ടപ്പോ രേവതി സച്ചിയേട്ടന് തോന്നിയതായിരിക്കും എന്ന് പറയണം. തോന്നിയതല്ല, അതിനകത്തുനിന്ന് ഞാൻ കേട്ടാന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, സച്ചിൻ രേവതിയും കൂടെ ആ വിനായകനും അവരെ സഞ്ചരിച്ച കാറിന് കൊണ്ടുവന്ന് വട്ടം കൊണ്ടുവന്ന് കാറിടുകയാണ്. പെട്ടെന്ന് വിനായകനും കൊണ്ടുപോകാൻ ചാടി ഇറങ്ങി. ആരാടാ, എന്താടാ വേണ്ടേ, നീയാണോ, നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കണം. അപ്പത്തേനും രഘുവരന് ലച്ചുവിന്റെ കയ്യിലെ മുറുക്കെ പിടിച്ചിരിക്കുമായിരുന്നു. ലച്ചു അവിടെ കിടന്ന് അലറി നിലവിളിക്കാം. ഡോറ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ലച്ചു പറഞ്ഞു, എന്നെ എങ്ങനെയും രക്ഷിക്കുക, എന്നെ ഇവര് പിടിച്ചോണ്ട് പോവാന്ന് പറയണം. കേട്ട പാതി കേൾക്കാത്ത പാതി രഘുവരന്റെ കർണക്കുട്ടി നോക്കി ഒന്ന് പൊട്ടിച്ചു. പിന്നെ ലച്ചുവിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുകയാണ്.
അപ്പോഴേക്കും വിനായകനും കുണ്ടങ്ങളും കൂടെ വന്നു. അവരെന്നിട്ട് സച്ചിനെ കൈകാര്യം ചെയ്യുക. ഈ സമയത്ത് ലച്ചു ഓടി രേവതിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതി ലച്ചുവിനും കൂടെ അങ്ങോട്ട് മാറി നിൽക്കുവാണ്. ഈ സമയത്ത് സച്ചി അവന്മാരെല്ലാം എടുത്തിട്ടിരിക്കുവാണ്. പിന്നീട് പറഞ്ഞ് പട്ടാപ്പാല് തട്ടിക്കൊണ്ട് പോകുന്നോടാ എന്നൊക്കെ ചോദിച്ചോണ്ട് അവന്മാരെ നല്ല രീതിയിൽ തന്നെ പെരുമാറി. അങ്ങനെ അവസാനം അവന്മാര് ജീവനും കൊണ്ട് ഓടുകയാണ്. അതിനുശേഷം ലച്ചുവിനോട് വന്നിട്ട് ചോദിച്ചു, നിന്നെ എവിടുന്നാ കൊണ്ടുവന്നേ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ലച്ചു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ലച്ചുവിനെ കൊണ്ട് അവർ നേരെ അളകാപുരിയിലേക്ക് വരുവാണ്. അളകാപുരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ജാനകിയാണ് ഇറങ്ങി ചെല്ലുന്നത്. ജാനകി ലച്ചുവിനെ കണ്ടപ്പം എന്താ കാര്യം പോലും മനസ്സിലായില്ല. ഓടിച്ചെന്ന് ഇതേ ജാനകിനെ കെട്ടിപ്പിടിക്കുകയാണ്. ജാനിയടുത്തിന്ന് പറഞ്ഞ് കെട്ടിപ്പിടി, എന്താ ലച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. അപ്പോഴാണ് സച്ചി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. വഴിക്ക് വെച്ച് അത് കേട്ടപ്പത്തിനും പറഞ്ഞു, ദൈവമേ എന്റെ ഭഗവാനെ, ഭാഗ്യം കൊണ്ടാണല്ലോ മോള് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ കെട്ടിപ്പിടിക്കുക. അപ്പത്തിനും അബിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ രേവതി സച്ചിയും കൂടെ അബിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സച്ചി പറഞ്ഞു, ആ കൃത്യസമയത്ത് ഞാൻ വന്നോണ്ടാ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമലും നിരഞ്ജനയൊക്കെ വരുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അജയ് അങ്ങോട്ട് വരുന്നത്. അജയനെ കണ്ടതും സച്ചി അജയുടെ അടുത്തേക്ക് വന്നു. അജയോട് ചോദിച്ചു, അതെ എന്നെ സാറിന് മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജയ് ഒരു ഞെട്ടലോട് കൂടിയിട്ട് സച്ചിനെ നോക്കുക. അപ്പൊ അവർ തമ്മിലുള്ള രഹസ്യം എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം സച്ചിക്കും അജയ്ക്കും മുമ്പ് അറിയായിരുന്നോ, അവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.